കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ചാപ്റ്റർ 3 മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് സാധ്യതകളുടെ ഗണിതം എന്ന ലെസണാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ലെസണിൽ നമ്മൾ വസ്തുക്കളുടെ സാധ്യതകളാണ് കണ്ടെത്താൻ പോകുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? നോക്കൂ, അതിന് മാത്സിൽ ഒരു മെത്തഡ് ഉണ്ട്. ഇതാണ് മെത്തഡ്. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ കേസ് ബൈ ടോട്ടൽ കേസ്. സാധ്യത കാണാൻ അനുകൂല എണ്ണത്തെ ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്താണ് നമ്പർ ഓഫ് ഫേവറബിൾ കേസ്? എന്താണ് ടോട്ടൽ കേസ്? നോക്കൂ, സാധ്യത കാണുമ്പോൾ എന്തിൻ്റെ സാധ്യതയാണോ നമ്മൾ കാണുന്നത് അതിൻ്റെ എണ്ണമാണ് ന്യൂമറേറ്ററിൽ നമ്പർ ഓഫ് ഫേവറബിൾ കേസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ആകെ ആ ചോദ്യത്തിൽ വസ്തുക്കളുടെ എണ്ണത്തെയാണ് ടോട്ടൽ കേസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ എന്നോട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ചോദ്യത്തിലൂടെ ഈ ഒരു കാര്യം വളരെ വിശദമായിട്ട് മനസ്സിലാക്കാം. അതിന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 77 ഒന്നാമത്തെ ചോദ്യത്തിലൂടെയാണ് പ്രോബബിലിറ്റി കാണുന്ന കാര്യം നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത്. ചോദ്യം എടുത്തു നോക്കാം. ഇതാണ് ചോദ്യം. എ ബോക്സ് കണ്ടെയ്ൻസ് 6 black and 4 white balls. If a ball is taken from it, what is the probability of it being a black and the probability of it being white? ഒരു പെട്ടിയിൽ 6 കറുത്ത പന്തും 4 വെളുത്ത പന്തും. ഇതിൽ നിന്നൊരു പന്തെടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത എന്താണ്, വെളുത്തതാകാനോ? അതായത് വളരെ ഈസി ആയിട്ട് ഈ ചോദ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ബോക്സിൽ 6 ബ്ലാക്ക് ബോളും 4 വൈറ്റ് ബോളും ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. നമുക്കൊരു ബോക്സ് വരച്ചിട്ട് അതിൽ ഇവിടെ പറഞ്ഞ പോലെ 6 ബ്ലാക്ക് ബോളും 4 വൈറ്റ് ബോളും നോക്കൂ, ഇവിടെ ഞാൻ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. നോക്കൂ, നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലാക്ക് ബോൾ എടുക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. കാരണം ബ്ലാക്ക് ബോളിൻ്റെ എണ്ണത്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ നമ്പർ ഓഫ് ഫേവറബിൾ കേസ്. എന്തിൻ്റെ സാധ്യതയാണോ കാണുന്നത് അതിൻ്റെ എണ്ണമായിട്ടാണ് ന്യൂമറേറ്ററിൽ നമ്മൾ ആ എണ്ണമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ബ്ലാക്കിൻ്റെ എണ്ണം 6 ആണ്. അതുകൊണ്ട് നമ്മൾ എഴുതി വെക്കുന്നു നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് 6. അതാണ് ന്യൂമറേറ്ററിൽ എഴുതാൻ പോകുന്നത്. ഇനി ആകെ എത്ര ബോളുകളുണ്ട്? വൈറ്റും ബ്ലാക്കും എടുക്കാം. നമുക്കറിയാം 10 ബോളുകളുണ്ട്. എങ്കിൽ എങ്ങനെയാണ് ബ്ലാക്ക് ബോളിൻ്റെ സാധ്യത കാണുക? വളരെ ഈസിയാണ്. ബ്ലാക്ക് ബോളിൻ്റെ സാധ്യത, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ, ഒരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള സാധ്യത ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ്. ബ്ലാക്ക് ബോളിൻ്റെ എണ്ണം മുകളിൽ എഴുതണം, കാരണം അതിൻ്റെ സാധ്യത കണ്ടെത്താൻ പോകുന്നത്. അതാണ് ഫേവറബിൾ നമ്പർ ബൈ ടോട്ടൽ ബോൾസ്. അത് നമുക്കറിയാം 10 ആണ്. എങ്കിൽ ഇങ്ങനെ എഴുതാം 6/10. ബ്ലാക്ക് ബോളിൻ്റെ എണ്ണം ബൈ ആകെ എണ്ണം 10 ആണ്. നോക്കൂ, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററെയും 2 കൊണ്ട് ഡിവൈഡ് നമുക്ക് ചെറുതാക്കി ഇങ്ങനെ കാണിക്കാം. ഈസ് ഈക്വൽ ടു 6 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 10 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5. അതായത് 10 ബോളുകളുള്ള ഈ ഒരു ബോക്സിൽ നിന്നും ഒരു ബോൾ എടുത്താൽ അത് ബ്ലാക്ക് ബോൾ ആവാനുള്ള സാധ്യത 5ൽ 3 ആണ്, 3/5 ആണ്. ഇനി ഇതിൽ തന്നെ മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുക്കുന്ന ബോൾ ഒരു വൈറ്റ് ബോൾ ആകാൻ എത്രത്തോളം സാധ്യതയുണ്ട്? അപ്പോൾ നമ്മൾ നമ്മുടെ ഫേവറബിൾ എണ്ണമായിട്ട് വൈറ്റ് ബോളിൻ്റെ എണ്ണമാണ് എടുക്കേണ്ടത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചിത്രം ഇവിടെ വരച്ച് വെച്ചേക്കാം താൽക്കാലികമായിട്ട്. നോക്കൂ, ഇതേ ബോക്സ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്, വൈറ്റ് ബോളാണ്. അപ്പോൾ വൈറ്റിൻ്റെ എണ്ണത്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ന്യൂമറേറ്ററായിട്ട് ഇതുപോലെ മുകളിൽ എഴുതേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതി വെക്കാം. നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് 4 ആണ്. ടോട്ടൽ ബോളിന് മാറ്റമില്ല. ബോക്സിൽ 10 ആണ് ആകെയുള്ളത്. ചോദ്യം തൽക്കാലം മാറ്റി വെക്കാം. എങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വൈറ്റ് ബോൾ. വൈറ്റ് ബോളിന് സാധ്യത കാണുമ്പോൾ അതിൻ്റെ എണ്ണമാണ് ന്യൂമറേറ്ററാക്കി എഴുതേണ്ടത് ബൈ ആകെ എണ്ണം 4/10. രണ്ട് ഭാഗത്തും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. Therefore we get 2/5. അതായത് 10 ബോളുകളുള്ള ഒരു ബോക്സിൽ നിന്നും ഒരു ബോൾ എടുക്കുമ്പോൾ അത് ബ്ലാക്ക് ബോൾ ആകാനുള്ള സാധ്യത 5ൽ 3 ആണ്. എന്നാൽ അതേ ബോക്സിൽ നിന്നും ഒരു വൈറ്റ് ബോൾ എടുക്കുമ്പോൾ ആ വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് 5ൽ 2 ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ബ്ലാക്കിനാണ്, കാരണം അതിൻ്റെ എണ്ണമാണ് കൂടുതൽ. ഇങ്ങനെ ഒരു ചോദ്യം വായിച്ച് എന്തിൻ്റെ സാധ്യതയാണോ കണ്ടുപിടിക്കേണ്ടത് അത് ന്യൂമറേറ്ററായിട്ടും അതിൽ ആകെ എത്ര വസ്തുക്കളുണ്ടോ അതിൻ്റെ എണ്ണം ഡിനോമിനേറ്ററായിട്ടും എഴുതി നമുക്ക് ഈസി ആയിട്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിന് ശേഷം പേജ് നമ്പർ 77 സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ.